അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSF വിസ്ഡം ഹദീസ് ക്ലാസ് 189. عن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول الريح من روح الله تأتي بالرحمة وتأتي بالعذاب فإذا رأيتموها فلا تسبوها وسلوا الله خيرها واستعيذوا بالله من شرها. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? അർരീഹു മിർ റൗഹില്ലാഹി, കാറ്റ് അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്. അള്ളാഹു തആല അടിമക്ക് നൽകുന്ന കാരുണ്യം, അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് കാറ്റ്. തഅ്തി ബിർ റഹ്മതി വതഅ്തി ബിൽ അദാബ്, ആ കാറ്റ് അനുഗ്രഹവും കൊണ്ടുവരും അദാബും കൊണ്ടുവരും. അടിമകൾക്കുള്ള അനുഗ്രഹം, കാരുണ്യം, ഇത് കാറ്റ് കൊണ്ടുവരും. വതഅ്തി ബിൽ അദാബ്, അദാബും കൊണ്ടുവരുന്നതാണ്. എന്ന് പറഞ്ഞാൽ പല കാറ്റും ജനങ്ങൾക്ക് അനുഗ്രഹമാകാറുണ്ട്. എന്നാൽ ചില കാറ്റുകൾ ജനങ്ങൾക്കതൊരു ശിക്ഷയായി, അദാബായി മാറാറുണ്ട്. ആ ഒരു ലക്ഷ്യത്തോടുകൂടെ അല്ലാഹു തആല കാറ്റിനെ അയക്കാറുണ്ട്. മുൻകാലഘട്ടത്തിൽ അമ്പിയാക്കളെ നിഷേധിച്ച ചില സമുദായങ്ങളെ അല്ലാഹു തആല ശിക്ഷിച്ചത് കാറ്റ് അയച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ കാറ്റ് ശിക്ഷയായിട്ടും വരാം, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമായിട്ട്, റഹ്മത്തായിട്ടും കാറ്റ് വരാം. എന്തു തന്നെയായാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഫഇദാ റഅയ്തുമൂഹ, കാറ്റ് നിങ്ങൾ കണ്ടാൽ, നിങ്ങൾ കാറ്റടിച്ച് വീശുന്നത് തിരിച്ചറിയുമ്പോൾ, കാറ്റ് കാണുമ്പോൾ, ഫലാ തസുബ്ബൂഹ, നിങ്ങൾ കാറ്റിനെ ചീത്ത പറയരുത്. ഒരിക്കലും കാറ്റിനെ ചീത്ത പറയാൻ പാടില്ല, കുറ്റം പറയരുത്. ചിലപ്പോഴൊക്കെ നമ്മുടെ നാവിലൂടെ അറിയാതെ തനിനാടൻ ഭാഷയിൽ അടങ്ങിയ കാറ്റ് എന്നൊക്കെ ഉള്ള രൂപത്തിൽ ഓരോ ചീത്തവാക്കുകളും കുറ്റം പറയലുകളും ശാപവാക്കുകളും ഒക്കെ കാറ്റിനെ കുറിച്ചും, അതുപോലെ മഴ പെയ്യുമ്പോൾ മഴയെക്കുറിച്ച്, വെയിലുണ്ടാകുമ്പോ വെയിലിനെ കുറിച്ച്, ചൂടുണ്ടാകുമ്പോ ചൂടിനെ കുറിച്ച്, ഇതെന്തൊരു ചൂട്, ഭയങ്കര ചൂട്, പണ്ടാരടങ്ങിയ ചൂട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രയോഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ വാക്കുകൾ പ്രയോഗിക്കുന്നത്. അപ്പോ ഇത്തരം പ്രയോഗങ്ങൾ അല്ലാഹു തആല നമ്മിലേക്ക് അയക്കുന്ന അദാബായോ ശിക്ഷയായോ അല്ലെങ്കിൽ റഹ്മത്തായിട്ടോ ഒക്കെ അയക്കുന്ന കാറ്റ്, മഴ, മറ്റു പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ, ഇതിനെയൊക്കെ ശപിക്കുന്നതും അതിനെ ചീത്ത പറയുന്നതും ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇത്തരം കാറ്റുകൾ നിങ്ങൾ കാണുമ്പോ നിങ്ങൾ അതിനെ ചീത്ത പറയരുത്. വസലുല്ലാഹ ഖൈറഹ, ആ കാറ്റിൽ നിന്നുള്ള ഖൈർ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക, കാറ്റിൽ നിന്നുള്ള ഖൈർ ലഭിക്കാൻ വേണ്ടി ചോദിക്കുക. വസ്തഈദു ബില്ലാഹി മിൻ ശർരിഹ, കാറ്റിന്റെ ഷെറിനെ തൊട്ട് നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക. കാറ്റ് കാരണമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ഷെറിനെ തൊട്ട് നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക. ഇങ്ങനെ കാറ്റിന്റെ നന്മ ചോദിക്കുകയും കാറ്റിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ഷെറിനെ തൊട്ട് കാവൽ ചോദിക്കുകയും ചെയ്യുക എന്നതല്ലാതെ കാറ്റിനെ കുറ്റം പറയാനോ ചീത്ത പറയാനോ നിങ്ങൾ പോകേണ്ടതില്ല. കാരണം ആ കാറ്റ് അയച്ചവൻ അല്ലാഹുവാണ്, ആ കാറ്റ് ഇവിടെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് എപ്പോൾ എങ്ങനെ കാറ്റടിക്കണമെന്ന് തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹു തആല നിശ്ചയിച്ച്, സമയം നിശ്ചയിച്ച് ഇവിടെ സൃഷ്ടിച്ച് അയച്ച കാറ്റിനെ എന്തിനാണ് ഈ സമയത്ത് കാറ്റടിക്കുന്നത് എന്ന ചോദ്യം ചെയ്യൽ, അത് അള്ളാഹുവിനെ ചോദ്യം ചെയ്യലാണ്. അള്ളാഹുവിനോട് കാണിക്കുന്ന അദബുകേടാണ്, ധിക്കാരമാണ്. അതുകൊണ്ടൊരു കാറ്റിനെയും ചീത്ത പറയരുത്, ഒരു മഴയെയും ചീത്ത പറയരുത്, മറ്റൊരു പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെയും ചീത്ത പറയാൻ നിൽക്കരുത്. അത് അദാബാകാൻ സാധ്യതയുണ്ട്, റഹ്മത്താകാൻ സാധ്യതയുണ്ട്.
എന്തായാലും അതിനുള്ള ഖൈറ് ചോദിക്കുകയും അദാബിനെ തൊട്ട് കാവൽ തേടുകയുമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഈ ഒരു സംസ്കാരം അള്ളാഹുവിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും അംഗീകരിച്ചുകൊണ്ടുള്ള, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന തിരിച്ചറിവോടുകൂടെ ഇതിനെയൊക്കെ സമീപിക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.